ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഞാൻ എന്റെ ആക്നെ ക്ലിയർ ചെയ്തത്, അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ഏതായിരുന്നു, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ട്രെറ്റിനോയിൻ. ഇപ്പൊ ഒരുപാട് ട്രെൻഡിങ് ആണല്ലോ, നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ട്രെൻഡ് ആവണേക്കാളും മുൻപ് ഒരു 6 months ഒക്കെ ആയിട്ടോ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് ആക്നെ വരുന്ന, ഒരുപാട് ബ്രേക്ക് ഔട്ട്സ് വരുന്ന, ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു എന്റെ. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്നാമത്, ഞാൻ ആ ടൈമിൽ സ്കിൻ കെയർ ഒന്നും നോക്കിയിരുന്നില്ല. പിന്നെ ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുള്ള ടൈമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ബോഡിയും അധികം കെയർ ചെയ്തിരുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ എന്താ പറയാ, ഹെൽത്തി ഈറ്റിങ്ങും കൂടിയാണ്, അതും കൂടി കൊണ്ടാണ് സ്കിന്ന് നന്നായിട്ടുള്ളത് കേട്ടോ. പ്രൊഡക്റ്റ് മാത്രമല്ല, നമ്മൾ കഴിക്കുന്നതും കൂടി, നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നതും കൂടി നല്ലതാക്കാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യും. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് എന്റെ സ്കിന്നിനെ റിപ്പയർ ചെയ്തെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ എല്ലാം ട്രെൻഡിങ് ആണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാനിത് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്നെയുള്ള ഫേസ്, അതായത് എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല, ഭയങ്കര ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, സ്കിൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ളവർ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. അതല്ലാതെ മുഖത്ത് ഒന്നോ രണ്ടോ പിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതൊന്നും റിമൂവ് ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് വളരെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു പൊട്ടന്റ് ആണ്, അതായത് ഭയങ്കര ആക്റ്റീവ് ആണിത്. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് എക്സ്ട്രീം ഡ്രൈനെസ് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ നിങ്ങളുടെ മുഖത്തിട്ടതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ എമോളി എന്ന് കണ്ടുള്ള ഒരു മോയ്സ്ചറൈസർ, ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും ഒരുപാട് ട്രെൻഡിങ് ആയിരുന്നു. ഇതും ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഇത് എന്റെ 3ാമത്തെ പർച്ചേസ് ആണ്. മൂന്നാമത്തെ വട്ടമായിട്ട് ഞാൻ അത് വാങ്ങുന്നത്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു മോയ്സ്ചറൈസർ മുഖത്ത് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് യൂസ് ചെയ്യുമ്പോൾ വേറെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്തോ ആവട്ടെ, സാലിസിലിക് ആസിഡോ ഹൈലറോണിക് ആസിഡ്, നിയാസിനമൈഡ്, അതൊന്നും അടങ്ങിയിട്ടുള്ള വേറെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും ഇതിനൊപ്പം യൂസ് ചെയ്യരുത്. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള വേറെ സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ ഒപ്പം ഒന്നും നമ്മുടെ ഈ ക്രീം യൂസ് ചെയ്യരുത്. ഇത് പിന്നെ നൈറ്റിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. രാവിലെ ഒന്നും ഒരിക്കലും നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യരുത്. അതും നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പീ സൈസ്, ഒരു പി എമൗണ്ട് കണ്ട, ഇത്രയ്ക്ക് മതി. ഈ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ എടുത്തിട്ട് മുഖത്ത് യൂസ് ചെയ്താൽ മതി. വീക്കിലി 2 വട്ടമൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടില്ല. ഇത് റിസൾട്ട് കിട്ടാനായിട്ട് ഏകദേശം ഒരു 1 month ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കിന്ന് ഇതിനെതിരെ റിയാക്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, റെഡ്നെസ് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ ഇങ്ങനെ പീലായിട്ടൊക്കെ വരും നമുക്ക്. ഓക്കെ, പേടിക്കണ്ട, ഇങ്ങനെ നമുക്ക് പറഞ്ഞു വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ സ്കിൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പീലായിട്ട് വരും. അപ്പൊ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ എപ്പോഴും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കാൻ നോക്കുക. പിന്നെ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റ് മുഖത്ത് ഇടുന്നേക്കാളും മുൻപ് മാത്രമല്ല കേട്ടോ, പിറ്റേ ദിവസം, അതായത് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇടുന്നതിനേക്കാളും മുൻപും നമ്മൾ രാവിലെ മോയ്സ്ചറൈസർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് സ്കിന്നിന്റെ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും സ്കിന്ന് എക്സ്ട്രീംലി ഡ്രൈ ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് ഉറപ്പായിട്ടും നല്ലൊരു എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനത് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എനിക്കും ഭയങ്കര സ്കിന്നിൽ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഡ്രൈനെസ്സും എല്ലാം ഉണ്ടായിരുന്നു, നല്ല റെഡ്നെസ്സും ഉണ്ടായിരുന്നു. പിന്നെ അത് പോകെ പോകെ സ്കിന്ന് അതായിട്ട് എന്താ പറയുക, സെറ്റ് ആവാന്ന് പറയില്ല, അതുപോലെ സ്കിന്ന് കുറച്ച് പോകെ പോകെ ഈ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് സിങ്ക് ആയിട്ട് വന്നു. അതിനുശേഷം എനിക്ക് ഉണ്ടായുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് ഇപ്പോൾ ആക്നെ വരാറില്ല, ബ്രേക്ക് ഔട്ട്സ് വരാറില്ല, അതൊന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ മുഖത്ത് ഇപ്പോഴും കുരുക്കൾ വരാറുണ്ട്. ഇപ്പോഴും എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കണ്ടില്ലേ കുരു വന്നതിന്റെ പാടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിമ്പിൾസ് വരുന്നതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ നോർമലി എൻ്റെ മുഖത്ത് ഇപ്പോൾ നോർമലി പീരിയഡ്സ് ടൈമിലൊക്കെ എൻ്റെ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് വരാറുണ്ട്. പിന്നെ അത് വന്നിട്ട് എന്താ പറയുക, അത് പൊട്ടി അതിൻ്റെ ഡാർക്ക് സ്പോട്ട് നിൽക്കുമായിരിക്കും. അപ്പൊ അത് മാറ്റുമ്പോഴേക്കും അടുത്ത മാസം അടുത്ത പീരിയഡ്സ് ആകുമ്പോൾ വരും. അങ്ങനെയാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പിമ്പിൾസ് വരുന്നത് പീരിയഡ്സ് ടൈമിൽ മാത്രമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മുൻപ് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം പോയാൽ ഒരെണ്ണം അങ്ങനെ പിന്നീട് എന്താ പറയുക പിന്നാലെ വന്നിരുന്നു. ഇപ്പൊ പക്ഷെ അത് നന്നായിട്ട് കൺട്രോൾഡ് ആയിട്ടുണ്ട്. പിമ്പിൾസ് വരുന്നത് നന്നായിട്ട് കൺട്രോൾഡ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കൊരു വിത്തിൻ ഒരു ഗ്ലോ, നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ പക്ഷെ ഒരിക്കലും പ്രൊഡക്റ്റിന്റെ ഇത് മാത്രം ഞാൻ പറയാറില്ല. കാരണം ഞാനിപ്പോൾ ഒരു 2-3 months ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് എന്താ പറയുക, ഭക്ഷണങ്ങളൊക്കെ നല്ല ഹെൽത്തി ഫുഡൊക്കെയാണ് കഴിക്കുന്നത്, തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ 3 ലിറ്റർ വെള്ളമൊക്കെ സ്ഥിരമായിട്ട് ഞാനത് കുടിക്കുന്നുണ്ട്. ഒരിക്കലും അതൊന്നും സ്കിപ്പ് ചെയ്യാറില്ല. അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി ചെയ്തത് കൊണ്ടാണ് സ്കിൻ നന്നായിട്ട് ബെറ്റർ ആയതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ടോട്ടലി നമുക്ക് എപ്പോഴും എന്താ പറയുക, ഇതൊന്നും അധികകാലം നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒരുപാട് ലെയേഴ്സ് ഓഫ് പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. നിങ്ങളുടെ സ്കിന്നിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു നല്ല പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നന്നായിട്ട് മാറും. അപ്പോൾ പിമ്പിൾസ് നന്നായിട്ട് എൻ്റെ മുഖത്തെ കൺട്രോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ മൂക്കിന്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് വരാറുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണത് ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറിയെന്നല്ല, നന്നായിട്ട് കൺട്രോൾഡ് ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ തൊടുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ അറിയാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ തരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ നന്നായിട്ട് അത് കൺട്രോൾഡ് ആയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഇത് നിങ്ങൾ ഇതെല്ലാവരും വാങ്ങി യൂസ് ചെയ്യണം, എല്ലാവരും വാങ്ങി ഇത് മുഖത്ത് തേക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് ആവശ്യമുള്ളവർ മാത്രം. ഇത് കേട്ടിട്ട് ഇത് ആവശ്യമുണ്ടോ നമ്മുടെ സ്കിന്നിന് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിനെ അത്രയ്ക്ക് പിമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല, ഭയങ്കര പിഗ്മെന്റഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന പോലെ ഞാനൊരിക്കലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒന്നുമല്ല, മനസ്സിലായി. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയണത്. എൻ്റെ സ്കിൻ ഇതിന് റിയാക്ട് ചെയ്ത പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ റിയാക്ട് ചെയ്യുക. ചിലപ്പോൾ ഭയങ്കര വേഴ്സ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനത്തെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, സ്കിൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എങ്ങനെയെങ്കിലും സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫാർമസിയിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ആദ്യം വീക്കിലി ഒരു വട്ടമൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് സ്കിൻ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യണു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അതും നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലമൊന്നും യൂസ് ചെയ്യരുത്. നമ്മളത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്തത് അത് നിങ്ങൾക്ക് ഏകദേശം ഓക്കെ, ഇപ്പം അത് യൂസ് ചെയ്തിട്ട് സ്കിൻ കുറച്ച് ഇമ്പ്രൂവ് ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പതുക്കെ യൂസ് ചെയ്യണതൊക്കെ കുറയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ഈ പ്രൊഡക്റ്റിന് ഒരു വലിയ തംസപ്പാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇത് അത്രയ്ക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്കിന്നിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നന്നായിട്ട് മൈൻഡിൽ ആലോചിച്ചിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.